പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വചനമാണ്. ഇന്നലെ നാം 16-ാമത്തെ വചനമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ആ ഭാഗങ്ങൾ അത് കണ്ടിന്യൂഷനായിട്ട് ആ 2-3 വചനങ്ങൾ പഠിച്ചില്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ വചനം കൃത്യമായി നാം പഠിക്കണം. വചനം ഇതാണ്. ഇന്നലെ നാം കണ്ടതെന്താ? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അപ്പോൾ അതിനോട് ചേർന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുകയാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 17-ാമത്തെ വചനം. The first letter of Saint Paul to the Corinthians, chapter 3, verse 17. അതിങ്ങനെയാണ് പറയുന്നത്: ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ. വചനം കൃത്യമാണ്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. മാനുഷികമായ രീതിയിൽ, അതായത് നമ്മുടെ ലോകത്തിലെ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ ശാരീരികമായി ജനിച്ചുവെങ്കിലും ദൈവത്തിൻ്റെ മക്കളായി നാം മാമോദീസായിലൂടെ ജനിച്ചു. ദൈവത്തിൻ്റെ മകനും മകളുമായി മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആ സെക്കൻഡ് മുതൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ ആ ആലയം നശിപ്പിക്കുവാൻ ഞാൻ ശ്രമിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മയും നശിപ്പിക്കും. If anyone destroys God's temple, if anyone destroys God's temple, God will destroy that person. For God's temple is holy, and you are that temple. You are the temple. നമ്മളാണ് ദൈവത്തിൻ്റെ ആലയം. നമ്മുടെ ശരീരമാണ് ദൈവത്തിൻ്റെ ആലയം. ആ ആലയത്തിൽ ദൈവം കുടികൊള്ളുവാനായിട്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം അനുവദിക്കണം. നമ്മുടെ ജീവിതം മാറും. ദൈവത്തിൻ്റെ കൂടെയുള്ള വാസം, ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, ദൈവം നമ്മുടെ കൂടെ നടക്കുമ്പോൾ, നമ്മൾ പറയാറില്ലേ, റോമാക്കാർക്ക് എഴുതി പറയുന്നത് പോലെ തന്നെ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിർ നിൽക്കും? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, എൻ്റെ പ്രിയപ്പെട്ട യുവജന സുഹൃത്തെ, എൻ്റെ കുഞ്ഞെ, എല്ലാവരും കേൾക്കണേ. നീ ദൈവത്തിൻ്റെ ആലയമാണ്. നീ ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. നിൻ്റെ ശരീരം സൂക്ഷിക്കണം. വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. സോ യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ആമേൻ.